ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. രാവിലെ 5 മണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്. ഇന്ന് 5:15 5 മണിക്ക് എണീറ്റു. ആലിന് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എനിക്കും കുക്കുവിനും ഇന്ന് 7:30 സ്കൂളിലെത്തണം. 7:30 7:30 വണ്ടി എടുക്കും. സ്കൂൾ ട്രിപ്പ് പോവുകയാണ്. ഒരു 7:15 ഞങ്ങൾക്ക് സ്കൂളിലെത്തണം. അപ്പോൾ ആലിനുള്ള സ്മൂത്തി ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. സ്മൂത്തിക്കായിട്ട് എപ്പോഴത്തെയും പോലെ ഓവർനൈറ്റ് ഓട്സ്, ഒരു ബനാന, ഒരു സ്പൂൺ ന്യൂട്ടല്ല, ഒരു സ്ക്വീസ് ചോക്ലേറ്റ് സിറപ്പ്, കുറച്ച് ഷുഗർ, പിന്നെ മിൽക്കും. എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടില്ല. ബുൾസൈ തന്നെ ഉണ്ടാക്കാനാണ് എൻ്റെ പരിപാടി. ഇത്തിരി ജീരകവും കുരുമുളകും ഒക്കെ ഇട്ട്. ചുമക്കൊക്കെ നല്ലതല്ലേ. ഈ ഒരു സാധനം മേടിച്ചപ്പോഴേ എൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു കേട്ടോ. സാധാരണ അലൻ ഇത് ഞാൻ വൈകുന്നേരത്തെ ബുക്കിംഗ് കഴിഞ്ഞിട്ട് കയാക്കിംഗ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് സ്മൂത്തി കൊടുത്തുകൊണ്ടിരുന്നത്. അലൻ്റെ ഷെഡ്യൂളൊക്കെ ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്ന സ്ഥിതിക്ക് ഇതിപ്പോൾ രാവിലെ തന്നെ പോകേണ്ടത് ഒരു അത്യാവശ്യമാണ്. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചൊരു സാധനം, അത് പലർക്കും ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിങ്ക് ചോദിച്ചവരടുത്ത് ഞാൻ പറയുകയും ചെയ്തു. സംഭവം ചീത്തയായിപ്പോയി. വെള്ളം കയറാതെ സൂക്ഷിച്ചിരുന്നെങ്കിൽ അത് നല്ലപോലെ ഇരുന്നേനെ. പിന്നെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് റഫ്യൂസിനൊക്കെ പറ്റിയ ഐറ്റമാണ്. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മിക്സർ ഗ്രൈൻഡർ യൂസ് ചെയ്യുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്യാം. LYF അതാണ് ആ കമ്പനിയുടെ നെയിം. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, സാധനം കൊള്ളാം. സ്മൂതി അങ്ങനെ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ബുൾസൈ ഉണ്ടാക്കിയാണ്. ഇത് 2 സൈഡും മുറിച്ചെടുക്കും. ഇത് ഹാഫ് ബുൾസൈ ഹാഫ് ഓംലെറ്റ് പരുവത്തിലാണ്. ഈ ഒത്തിരി റോ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും പുള്ളിക്കാരന് അങ്ങനെ ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ബുൾസൈൻ്റെ അകത്തിട്ട് കുത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി വെളിയിൽ വരണം. തിക്നെസ് ഇങ്ങനെ കൂടിപ്പോകുന്നു എന്നുള്ള പരാതി കാരണം ഇപ്പോൾ ലേശം വെള്ളം കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുലുക്കി അതും കൂടി ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. രാവിലെ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇതുണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിലും പറഞ്ഞു, ഇത് പിള്ളേർക്ക് കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എസ്പെഷ്യലി രാവിലെ നമ്മൾ ഈ റോ മിൽക്കല്ലേ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പാക്കറ്റിൽ കിട്ടുന്ന പാല് നല്ലപോലെ പ്രോസസ്സ് ചെയ്തതാണെങ്കിലും രാവിലെ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇത്തിരി ചൂടോടെ പാല് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതല്ലേ രാവിലെ കുടിക്കാനായിട്ട് നല്ലത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എങ്കിൽ ഞാൻ നമ്മുടെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, ബനാന പുഴുങ്ങിയിട്ട് അരിഞ്ഞ് പഞ്ചസാരയും ബൂസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തു നോക്ക്. അത് കേൾക്കും. അതവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കും. ഈ ബൂസ്റ്റൊക്കെ ആദ്യത്തെ ദിവസം കൂട്ടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. 2-3 ദിവസം കഴിയുമ്പോൾ ബൂസ്റ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാം. അവിടെ ഇവിടെ ഒന്ന് തൂവിയൊക്കെ ഇട്ടാലും മതി. അത് രാവിലെ കഴിക്കുന്നതായിരിക്കും സ്മൂതി കുടിച്ചുകൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് കുട്ടികൾക്ക്. സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ കുക്കറിലാക്കി അതങ്ങോട്ട് വെക്കുകയാണ്. രാത്രി ദോശമാവ് വാങ്ങിച്ചിരുന്നു. ദോശയും ടൊമാറ്റോ ചട്നിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി മാവുണ്ട്. രാവിലെ ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കാനായിട്ടാണ് എൻ്റെ പ്ലാൻ. ആലൻ അപ്പോഴേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. പുള്ളിക്കാരത്തിൻ്റെ മെയിൻ കൺസേൺ രാവിലെ 2 കുട്ടികളുണ്ട്. ഒരാൾ ഗേൾ, ഒരാൾ ബോയ്. ഇളയാളാണ് മോനൊന്നും കഴിക്കുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ രാവിലെ എന്തെങ്കിലും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ പെട്ടെന്നുണ്ടാക്കി പ്രൊട്ടീഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ എളുപ്പം കഴിപ്പിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഞാനത് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ആ സ്റ്റീൽ ബാസ്ക്കറ്റിൽ രാത്രി ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ ഇരിപ്പുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റിയാൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. പക്ഷേ തൽക്കാലം എനിക്ക് അത്രയും പാത്രങ്ങൾ എടുത്ത് മാറ്റാനുള്ള സമയമില്ല. മടിയാണ് മെയിൻ. ഈ തുണി മുടക്കുന്നതും ആ പാത്രത്തിൽ നിന്ന്, ആ സ്റ്റീൽ ബാസ്ക്കറ്റിൽ നിന്ന് പാത്രങ്ങൾ എടുത്ത് വെക്കുന്നത്, തേങ്ങ തിരിക്കുന്നത്, ഇതൊക്കെ എനിക്ക് അയൺ ചെയ്യുന്നത് എനിക്ക് മടിയുള്ള കേസുകളാണ്. പക്ഷേ ഈ ബ്ലൂ ബാസ്ക്കറ്റ് ഒഴിച്ചെടുക്കാതെ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട സംഭവമാണല്ലോ ഇത്. എന്തെങ്കിലും കഴുകുന്നത് പെട്ടെന്ന് ഇപ്പുറത്തോട്ടായിരിക്കും വെക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ പാത്രങ്ങൾ. വലുതായിട്ട് നമുക്കിപ്പോൾ ഇഡ്ഡലിത്തട്ടും കുക്കറും മാത്രമേ കഴുകാൻ വരത്തുള്ളൂ. അത് ഞാൻ പുറത്ത് അവിടെ സൈഡിലോട്ട് എങ്ങനെയെങ്കിലും മാറ്റിയൊക്കെ വെക്കും. പിന്നെ അമ്മ വന്നിട്ട് പാത്രങ്ങളൊക്കെ ഒഴിച്ചെടുത്തിട്ട് അതങ്ങോട്ട് വെച്ചാൽ മതി. സാമ്പാർ ഉണ്ടാക്കിയാൽ 2 ഉണ്ട് ഗുണം. ഞങ്ങൾക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുകയും ചെയ്യാം. പിന്നെ അമ്മ എണീറ്റ് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കാൻ അമ്മയ്ക്ക് ഒരുപാട് സമയം കളയേണ്ടി വരത്തില്ല. മുട്ട എങ്ങാനും പൊരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാം. ആലനും സാമ്പാറും പപ്പടവും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളും. ഇത് പച്ചക്കറികളൊക്കെ ഞാൻ രാത്രി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. എൻ്റെ മേളിലിരിക്കുന്ന സ്റ്റീൽ ഡബ്ബയിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പച്ചക്കറികളായിട്ട് ഇന്നലെ വഴുതനങ്ങ ഉണ്ടായിരുന്നു, ഒരു പച്ച പപ്പായ, പൊട്ടറ്റോ ഒന്നുമില്ലായിരുന്നു. ഇത് 2 മാത്രമേ ഉള്ളൂ. പപ്പായ അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു. അത് നല്ല ചെറിയ പീസസായിട്ട് 2ഉം കട്ട് ചെയ്ത്, യൂഷ്വലി ഞാൻ ചെയ്യുന്നതിൽ നിന്ന് ഇത്തിരി വ്യത്യാസമായിട്ട് കുറച്ച് എളുപ്പത്തിനായിട്ടും വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമല്ല, അതിങ്ങനെ പച്ചക്കറികൾ പുരട്ടി വെച്ചപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് പച്ചക്കറികൾ കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു ബൗളിൽ പച്ചക്കറികൾ അങ്ങനെ എടുത്തങ്ങ് ആഡ് ചെയ്താൽ മതിയല്ലോ. വെറുതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം വഴുതനങ്ങ പെട്ടെന്ന് കറുത്ത് പോകും. ഇപ്പം ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് 2 തട്ട് ഇഡ്ഡലി മതി കേട്ടോ. എനിക്കും കുക്കുവിനും കൂടെ ഒരു തട്ടിലുള്ളതും അമ്മയ്ക്കും നിരുവിനും കൂടെ ഉള്ളത് താഴത്തെ തട്ടിലുള്ളതും ഉണ്ടാവും. അല്ലെന്ന് ബ്രേക്ക്ഫാസ്റ്റ് സിസിജിന്ന് തന്നെയായിരിക്കും. അത് രാവിലെ അവർ തന്നെ മേടിച്ചങ്ങ് കഴിച്ചോളൂ. കുക്കർ വിസിലടിക്കുമ്പോഴത്തേക്കും നിലു എണീക്കാതിരിക്കാനായിട്ട് ഞാൻ ഡോറങ്ങ് ചാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ കുക്കർ വിസിലടിച്ചു. പരിപ്പ് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് വിസിലൊന്നും അടിക്കണ്ട, പെട്ടെന്നങ്ങ് വേവുമല്ലോ. ഒരു വിസിലടിച്ച് പരിപ്പ് വന്നിട്ട് അത് ഞാൻ അങ്ങനെ എടുത്ത് പൈപ്പിന് താഴെ വെച്ച് ആ പ്രഷർ അങ്ങ് കളഞ്ഞിട്ട് ഇനിയും വേവാനുള്ളതല്ലേ, അതിലേക്ക് നേരത്തെ പറഞ്ഞ കൂട്ടുകളൊക്കെ ചേർത്ത് കുഴച്ച പച്ചക്കറികളും പിഴിഞ്ഞു വെച്ചിരുന്ന പുളി, പിഴിഞ്ഞു വെച്ചിരുന്നതല്ല വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയും പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു. പച്ചക്കറിയിൽ ഉപ്പുണ്ട്, പക്ഷേ പരിപ്പിൽ ഞാൻ അധികം ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും അല്പം കായപ്പൊടി ഇടുന്നത് എനിക്കിഷ്ടമാണ്, നല്ലൊരു മണമൊക്കെ വരും. ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കർ വീണ്ടും അതേ ഗ്യാസിലേക്ക് വെച്ചു. ഇനി പച്ചക്കറികളിൽ പപ്പായ ആയതുകൊണ്ട് ഇത്തിരി വേവണം, അപ്പോൾ ഒരു 2 വിസിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, അത് പറഞ്ഞിട്ട് ഒത്തിരി നാളായെന്ന് തോന്നുന്നല്ലേ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ച് നമുക്കിതൊക്കെ വേവിച്ചെടുക്കാം. ഇഡ്ഡലി അപ്പോഴത്തേക്ക് ആയി. ഇനി അത് നമുക്ക് ഇപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വെക്കണം. കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അത് ഒട്ടാതെ ഇങ്ങനെ നല്ലപോലെ വരിക. അതുകൊണ്ട് ഞാൻ ആ ടവൽ അവിടെ വിരിച്ചിട്ട് അതിന് മീതേക്ക് 2 തട്ടും എടുത്ത് വെച്ചു. ഇനി ഇങ്ങോട്ടേക്ക് ഇടണം. പിന്നെ ഞാൻ ഒരു കമൻറ്റിന് റിപ്ലൈ പറഞ്ഞോട്ടെ. മുഖം നേരെ കാണിച്ച് വീഡിയോ എടുക്കുമോ, ഇത് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കംഫർട്ടാണ് ഏറ്റവും വലുത്. ഫേസ്ലെസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. മെനി ഡു ദാറ്റ്, എസ്പെഷ്യലി ഒരു പർട്ടിക്കുലർ റിലീജിയനിലുള്ള ആൾക്കാർ ഫേസ് കാണിക്കാതെ തന്നെ അവരുടെ റുട്ടീൻ മുഴുവൻ കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. അവർക്കൊക്കെ നല്ല ഫോളോവേഴ്സും നല്ല എന്താ പറയുന്ന വ്യൂസും ഒക്കെ ഉണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ആ കാണുന്നവർ അവരുടെ ആ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം സോറി. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി ഇതാണ്. ചാനലിൻ്റെ തുടക്കത്തിലുള്ള വീഡിയോസിൽ ഞാൻ ഇത്രയും തന്നെ മുഖം കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഇൻ ഫ്യൂച്ചർ കുറച്ചുകൂടെയൊക്കെ കംഫർട്ടബിൾ ആയിരിക്കുമ്പോഴത്തേക്ക് ആവുമ്പോൾ എനിക്കത് പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതേ സാമ്പാർ റെഡിയായില്ല, താളിക്കണം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം, സാമ്പാർ ബൗളിലേക്ക്. ഇത് ഇത്രയും തന്നെ ചെയ്ത് വെക്കുന്നത് ഇത്രയും വേണ്ടി വരും കേട്ടോ. ഇത്രയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം കൂടെ എനിക്കൊരു റിലീഫായിരിക്കുമല്ലോ, കുറച്ച് കറി ബാക്കിയിരിക്കുന്നത്. കാക്കകൾ ഒരു രക്ഷയില്ല ഞാൻ നോക്കിയിട്ട്, നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ ഇത്ര എണ്ണത്തിന്. പിന്നെ ക്യാമറ എൻ്റെ ഫേസ് കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് കുക്കിംഗ് കാണിക്കാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് ഈ കിച്ചൺ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് സാമ്പാർ തേങ്ങ താളിച്ചിട്ടു. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ സൈഡ്സ് ഒന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കിട്ടാൽ മതി, ഇഡ്ഡലി നല്ല നീറ്റായിട്ട് ഇങ്ങോട്ടേക്ക് ഇളകി പോരുന്നുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാമറ വെക്കുന്നതിനെ പറ്റിയിട്ടാണ്. നോക്കൂ, ഈ പാത്രം കഴുകുന്നത് എന്നെ കാണിക്കണമെങ്കിൽ ഞാൻ സ്റ്റാൻഡിൽ മതിലിൻ്റെ അപ്പുറം കൊണ്ടുവയ്ക്കണം, അല്ലെങ്കിൽ സൈഡിൽ വെക്കണം, അല്ലെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിന് മീതെ വെക്കണം. അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിം കിട്ടത്തില്ല. ഇത് കുറച്ചുകൂടെ വീണ്ടും ക്ലോസപ്പ് ആയിപ്പോവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. ഇതൊന്നും അല്ല മെയിൻ കാരണം, എൻ്റെ കംഫർട്ടാണ്. അപ്പം ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. സാധാരണ ദിവസങ്ങളിൽ കാണാത്തൊരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. ട്രിപ്പ് പോകാനുള്ളത് കൊണ്ട് യൂണിഫോമും ജെട്ടി അടക്കം അടുക്കി പിറക്കി വെച്ചിട്ടാണ് എൻ്റെ മകൻ കിടന്നുറങ്ങുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ 8:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇതെല്ലാം തപ്പാനായിട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ടാവും. അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ എണീറ്റു. അതിനും ഇന്ന് വലിയ എഫേർട്ടൊന്നും വേണ്ടി വന്നില്ല. സ്കൂൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുവല്ലോ, ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്നെയൊന്നും പിന്നെ എൻ്റെ അപ്പൻ വിട്ടിട്ടേ ഇല്ല, 1 തൊട്ട് 4th വരെ. ബിഷപ്പ് ജെറോമിലായിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ എല്ലാ പ്രാവശ്യവും ട്രിപ്പിന് പോകുന്നതായിട്ട് വന്ന് കരയും. അപ്പോൾ അപ്പനില്ല, എബ്രോഡാണ്. കൊച്ചുപ്പ കാശ് തരും, ഞാൻ ടൂറിന് പോകും. ആ എല്ലാ വർഷവും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ട്രിവാൻഡ്രത്ത് പ്ലാനറ്റോറിയം, സൂ, പിന്നെ ശംഖുമുഖം ബീച്ച്. 10ാം ക്ലാസ്സിൽ ടൂർ പോകാനായിട്ട് ഞാൻ ഒരുപാട് നിലവിളിച്ചു, അത് നടന്നില്ല. പിന്നെ പറ്റിയത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാശിനാണ് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, സ്വന്തം കാശിനാണ് പോയത്. ഞാൻ തയ്ച്ചുണ്ടാക്കിയ കുറച്ച് കാശൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വളരെ മെച്ചുവേർഡായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്തു തുടങ്ങി. പലതും ഫ്ലോപ്പായിരുന്നെങ്കിലും ആ ട്രിപ്പും ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എന്തോരം നഷ്ടമായിരുന്നില്ലെന്നറിയാം. അവനെ മാത്രം പറയണ്ട കേട്ടോ, ഞാനും ഇന്നലെ രാത്രി തന്നെ ഇതൊക്കെ എടുത്ത് വെച്ചിരുന്നു. സാധാ ദിവസമാണെങ്കിൽ ഞാനും ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇനി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് കഴുകിയതിന് ശേഷം സ്വിസ് ബ്യൂട്ടിയുടെ 102 ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ കൊളോസൽ മസ്കാര വെച്ചും ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ബാൻ അക്വാജെല്ലാണ് എൻ്റെ സൺസ്ക്രീൻ. അത് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സൺസ്ക്രീൻ വാരി പൂശിയിട്ടുണ്ട്. പിന്നെ ഐക്കോണിക്കിൻ്റെ കാജലാണ് യൂസ് ചെയ്തേക്കുന്നത്. മസ്കാര ഞാൻ 2 എണ്ണം യൂസ് ചെയ്യും. കൊളോസൽ ഫോർ ദ ഫുൾനെസ് ആൻഡ് പിന്നെ മെബലിൻ്റെ ഹൈപ്പർക്കൽ മസ്കാര ഫോർ ലെങ്ത്. ലിപ്സ്റ്റിക്ക് ഇൻസൈറ്റിൻ്റെ 04 ബെഗിൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്, BEGGIN. അതെന്താണ്, എങ്ങനെ വായിക്കണം എന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ വെദർ ദെയർ ഈസ് എ വേർഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിരിക്കുന്നു. മുടിയൊന്നും നമ്മൾ കെട്ടുന്നില്ല, ഞാനിതൊരു തൊപ്പി അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ലെസ് സൺ. ഞാൻ എന്താണ് ഈ കഴുത്തും കയ്യും ഒക്കെ മൂടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ
ലെസ് സൺ എക്സ്പോഷറാണ്, അല്ലാതെ തണുപ്പായിട്ടല്ല. എന്തിനാ ഈ ചൂടത്ത് ഇതൊക്കെ വാരിക്കെട്ടി പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് വയ്യ, ടാൻ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെളുപ്പിക്കാൻ ഞാൻ തന്നെ പെടാപ്പാട് വിടണം. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വരാം ഗൈസ്, ബാ. ഈ ബോട്ടേ അല്ല ആ വള്ളമേ കമ്പവല്ല ഇടാൻ കിടക്കുന്നതാണെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കെട്ടിയോൻ്റെ അടുത്ത് വെച്ചോ പറയാം, വെളുപ്പിന് എണീറ്റ് അങ്ങോട്ട് നോക്കണം അതിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ അതാണ് സംഭവം. രാവിലെ അവർ കമ്പവല്ല ഇടാനുള്ള വള്ളമാണ് അത്. നമ്മുടെ സ്കൂളിൽ നിന്ന് അറൗണ്ട് 30 ചിൽഡ്രൻ ഉണ്ട് കേട്ടോ ട്രിപ്പ് പോകാനായിട്ട്. ഒരു 48 സീറ്ററിൻ്റെ ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാവരെയും ടിക്കൊക്കെ ഇട്ട് വണ്ടിയിൽ കയറ്റി ഇതാ ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ സ്കൂൾ ബോർഡാണ് കാണുന്നത്, അവിടെ നകത്തോട്ട് പോകുമ്പോഴാണ് സ്കൂൾ. അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പ്രെയറാണ്, കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് കേൾപ്പിക്കുന്നില്ല. സ്പീക്കറിൽ ഞാൻ പ്രെയർ സോങ് ഇട്ടിട്ട് ഞങ്ങൾ കൂടെ പാടുകയാണ് ചെയ്തത്. പിന്നെ താന്നി വഴിയാണ് പോയത്. കടലൊക്കെ കണ്ട് പാലമൊക്കെ കയറി. ഇത് നമ്മൾ എപ്പോഴും പുലിച്ചിറ പോകുമ്പോൾ ഞാൻ കാണിക്കാറുള്ള പാലമാണ്. ഈ ഒരു പാലം എനിക്ക് ഫ്രെയിമിനകത്താക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. അത്രയ്ക്ക് വിഷ്വലി പ്ലീസിങ് ആണ് ഈ ഒരു ആംബിയൻസ്. ഇരവിപുരത്ത് നിന്ന് നമ്മൾക്ക് NH എടുക്കാൻ പറ്റത്തില്ല. അവിടെ കാവൽപ്പുര മേൽപ്പാലം പണി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. കുക്കുവിൻ്റെയൊക്കെ കല്യാണത്തിനെങ്കിലും പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കൊട്ടിയം വഴിയാണ് പോകുന്നത് NH എടുക്കാനായിട്ട്. ഇത് ഞാൻ എല്ലാവരെയും കാണിക്കുന്നതേ, അല്ലെങ്കിൽ ഇവരെല്ലാവരും ഇത് കയറി നോക്കും കേട്ടോ. എന്നിട്ട് പറയും ഞങ്ങളെ കാണിച്ചില്ല, മിസ്സ് ഞങ്ങളെ കാണിച്ചില്ല എന്നൊക്കെ പരാതി പറയും. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കാണിക്കുന്നു. ഈ ബസ്സിലെ ഫുൾ സീറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 ആൾക്കാർ ഈ വണ്ടിക്കകത്ത് ഒളിച്ചിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ സീറ്റിന് തൊട്ട് ബാക്കിലായിട്ട് ഞാൻ നോക്കിയപ്പോൾ നമ്മുടേതല്ലാത്ത ടീഷർട്ടൊക്കെ ഇട്ട് ഒരാളിരിക്കുന്നു. ഡെല്ലയാണ്, ഇന്ന് സ്കൂളിൽ പോവാതെ കയറി ഇരിപ്പുണ്ട് ട്രിപ്പിന് വരാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒളിച്ചിരുന്നത്. പുറകിലതേ ഡാരലും ഉണ്ട്. 2 പേര് എന്നാ കള്ളത്തരമാണ് അവിടെ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെന്തായാലും ഇതോടെ പൊളിയും. വണ്ടി എടുത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ വീതം ഓണാവാൻ തുടങ്ങി കേട്ടോ. 2-3 പേരൊക്കെ വൊമിറ്റ് ചെയ്തു, സ്വാഭാവികം. പിന്നെ ഈ വൊമിറ്റ് ചെയ്തവരെയും കൊണ്ട് ഞങ്ങളങ്ങ് തുള്ളിച്ചു തുടങ്ങി. ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും ഛർദ്ദിക്കത്തില്ല, എല്ലാവരും അതിനെപ്പറ്റിയൊക്കെ മറന്നു. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് തകർത്ത് മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുക്കു സാറ് വിഷമിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ക്ലാസ്സിൽ നിന്ന് ബോയ്സായിട്ട് വേറെ ആരും വന്നിട്ടില്ല, അവൻ മാത്രമേ ഉള്ളൂ എന്ന്. അതിൻ്റെ വിഷമമാണ്. ഇത്ര കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. അവൻ്റെ സങ്കടം മാറ്റിയെടുക്കാനുള്ള 2 പേരുടെ ശ്രമമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ ക്യാമറ ഡാരലിൻ്റെ കയ്യിലാണ്. അവനെ ഒന്ന് ചിരിപ്പിക്കാനായിട്ട് ഇവർ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. അതൊക്കെ വർക്കൗട്ടായി. ഇവരെ കണ്ടതുകൊണ്ട് വെറുതെ ഇച്ചിരി സങ്കടം അവതരിപ്പിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ തുള്ളിയും ഛർദ്ദിച്ചും വാരിയും ഒക്കെ ഇതേ ഹാപ്പി ലാൻഡ് എത്തി. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെയാണ് കയറിയിരിക്കുന്നത്. ഈ ക്ലിപ്പ് ഡാരൽ ഷൂട്ട് ചെയ്തത്, അത് കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഇത് കാണിച്ചതിന് ഡെല്ലിയുടെ വക എനിക്കിനി വേറെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. എല്ലാവരെയും വീണ്ടും ടിക്ക് ചെയ്ത് എണ്ണി നിരത്തിയൊക്കെ നിർത്തിയപ്പോഴത്തേക്ക് കറക്റ്റ് 10 o'clock ആവാൻ പോകുന്നു. 10 o'clockനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇവരെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പം ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നതാണ്. ബോട്ടം അവർക്ക് ഇഷ്ടമുള്ളത് ഇടാനായിട്ട് പറഞ്ഞിരുന്നു. ടീഷർട്ട് നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ ബാഗ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. ബാഗൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ ചാടിത്തുള്ളിയതേ. ഫസ്റ്റ് പോകുന്നത് കിഡ്സിനുള്ള ഒരു പ്ലേ ഏരിയയിലേക്കാണ്. LKG UKGക്കാർക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡുകാർക്കും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കുറച്ചുകൂടെ വലിയ ഇതിന് സെക്ഷനായിട്ടുണ്ട്. പിന്നെ വലിയ കുട്ടികൾക്കുള്ള ഏരിയയിലേക്ക് പോകാമെന്ന് കരുതി. LKGന്ന് നമുക്ക് ഒരാളേ ഉള്ളൂ, ഈ ഒരു കക്ഷിയേ ഉള്ളൂ. ചേട്ടൻ UKGയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വന്നത്. ആദ്യക്കാണെങ്കിൽ അങ്ങ് പേടിയായി. പകുതി ഇങ്ങനെ കയറിയപ്പോഴത്തേക്ക് നിലവിളി തുടങ്ങി. പിന്നെ ഞാൻ എടുത്തിട്ട് അവനെ പിന്നെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മറ്റൊരു സ്ലൈഡിൽ കയറ്റി. അപ്പോൾ അവനിങ്ങനെ പേടിയില്ലാണ്ട് സക്സസ്ഫുള്ളായിട്ട് ആ ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഫുൾ അന്നേരം എടുത്തതാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ട്രെയിൻ റൈഡായിരുന്നു. എല്ലാവരെയും ഞാൻ ഫ്രെയിമിലാക്കി വീഡിയോ എടുത്തിട്ടുണ്ട്, നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത് അത്രയും ലോങ് ആയിട്ട് കാണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവരെയും അറിയത്തില്ലല്ലോ, പാരൻസിന് എല്ലാവരെയും കാണണ്ടേ. അങ്ങനെ ഇതിൻ്റെയൊക്കെ പുറകെ ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ 2-3 പേരെ വിളിച്ചിട്ട് കൊച്ചിനെ വീഡിയോ കോൾ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞത് ഇതേ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഒരാൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്യും എൻ്റെ അടുത്ത് നിന്ന്. 39 പേരെയും വീഡിയോ കോളിൽ നമ്മളിങ്ങനെ ഓരോ സമയത്ത് കാണിക്കാമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു ടൈം ലൈനിനെ എഫക്റ്റ് ചെയ്യും. അത് ആർക്കും എനിക്ക് പാർഷ്യലായിട്ട് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നോ പറഞ്ഞത് കേട്ടോ. ഈ 2 എണ്ണം കളിക്കാൻ ഒന്നും കിട്ടാതിരുന്ന സങ്കടത്തിൽ അവിടെ ഒരു സീസോയിൽ നിന്ന് തകർത്തിട്ട് ഇതിനകത്ത് കയറാനുള്ള പുറപ്പാടാണ്. എന്നെയും വിളിച്ചു, എന്നെക്കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ കുട്ടികൾ അപ്പുറത്ത് ആ ഒരു വലിയ ബോട്ടിൽ കയറാനായിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ 2 പേരെയും കൊണ്ടുവന്ന് ഇതിൽ കയറ്റിയത്. അവിടെ ടീച്ചേഴ്സും മമ്മിയും ഡാഡിയൊക്കെ ഉണ്ട്. എനിക്കിത് കണ്ടിട്ട് തന്നെ തലകറങ്ങുമായിരുന്നു. മുമ്പിൽ നിന്ന് തുള്ളുന്നത് കുക്കുസാറാണ് കേട്ടോ. ഒരുപാട് സ്കൂൾസ് ഉണ്ടായിരുന്നു. അവരെന്തോ ഒരു നമ്പർ പറഞ്ഞത്, എന്തോ 10-20 സ്കൂൾസ് എങ്ങാണ്ട് അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം കുട്ടികളും ഉണ്ട്. ഞങ്ങളാണ് ഫസ്റ്റ് ലഞ്ച് കഴിക്കാനായിട്ടിരുന്നത്. ലഞ്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു. വെജ് ബിരിയാണിയാണ് പറഞ്ഞത്. ഇവരൊക്കെ ഈ ഛർദ്ദിക്കുന്നത് കൊണ്ട് നമ്മൾ നോൺ എടുക്കാതിരിക്കുന്ന എഗ് ബിരിയാണിയൊക്കെ എടുത്തു കഴിഞ്ഞാലും മീറ്റ് എടുത്തു കഴിഞ്ഞാലും പിന്നെ അത് തിരിച്ചു പോകുമ്പം ഛർദ്ദിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. വെജ് ആകുമ്പോഴത്തേക്ക് മാക്സിമം
എല്ലാവർക്കും കഴിക്കാൻ പറ്റുമല്ലോ. എന്നാലും ആരും കഴിച്ചൊന്നുമില്ല, എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിനകത്ത് കയറിയപ്പോഴാണ് ഓരോരുത്തർ പേടിക്കാൻ തുടങ്ങിയത്. ഞാനും എൻ്റെ മൈൻഡിൽ നമ്മളല്ല ഈ ബോർഡാണ് കറങ്ങുന്നതെന്നൊക്കെ ഫിക്സ് ചെയ്തെങ്കിൽ ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്കും ഇത് വിട്ടുപോയി. അത് നൈസായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മിറർ വേൾഡ് എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ നൈസ്. ഇനി നമുക്ക് ഒരു 3D തിയേറ്ററും കൂടി ഉണ്ട്. ഇവിടെയൊന്നും നമ്മൾ വെറ്റ് ക്ലോത്ത്സ് ഇട്ടിട്ട് കയറ്റത്തില്ല. പിന്നെ മറ്റേ ഒരു സ്കെയറി ഒരു ഡൈനോസറിൻ്റെതും പിന്നെ അല്ലാതെ ഒരു സ്കെയറി കേവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വെറ്റ് ക്ലോത്ത്സ് ഇട്ടിട്ട് കയറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പൂളിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. ഇത് ഏത് സ്കൂളിലെ സാറാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഹി വാസ് വെരി കൈൻഡ് ഇനഫ്. അവർ കൊണ്ടുവന്ന വെള്ളം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു. ഞങ്ങളുടെ കയ്യിലുള്ള വാട്ടർ തീർന്നു. തൊട്ടടുത്തുള്ള ഷോപ്പ് നോക്കിയപ്പോഴത്തേക്ക് അത് പൂട്ടുകയും ചെയ്തിരുന്നു. ആ സാറിനെയും സാറ് പഠിപ്പിക്കുന്ന സ്കൂളും ഒക്കെ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവരെ ഷോപ്പിങ്ങിന് വിട്ടു. കൊണ്ടുവന്ന എമൗണ്ട് നമ്മുടെ ഒരു എന്താ പറയുക ഓവർലുക്ക് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്തത്. അല്ലെങ്കിൽ ഇവർ ഈ വാരി വലിച്ച ഐസ്ക്രീമും സംഭവങ്ങളും ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് വീണ്ടും വന്നിട്ട് ബസ്സിൽ പ്രശ്നമാവും. പിന്നെ തിരിച്ച് വരുന്ന വഴി ഫുൾ ഞാൻ എല്ലാവരെയും ലിബറലാക്കി, ഇഷ്ടമുള്ളതുപോലെ തുള്ളിക്കൊള്ളാൻ പറഞ്ഞു. ഞാനും വിട്ടുകൊടുത്തില്ല, ഞാനും അത്യാവശ്യം കിടന്ന് തകർത്തു. ക്ഷീണം കൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉറങ്ങി തുടങ്ങിയിരുന്നു കേട്ടോ. മിസ്സിൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് ഉണ്ട് എന്നൊരു ആൻസറേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ തോളത്ത് കിടന്ന പൗച്ചും പോയി, പൗച്ചിൽ കിടന്ന സാധനങ്ങളും പോയി. പിന്നെ അവർ എന്നെ ട്രോളാൻ തുടങ്ങി. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ടുഡേ വി ആർ ഗോയിങ് ടു ഷോ യു എ മേക്കപ്പ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇതൊക്കെ. പക്ഷേ വണ്ടിയിൽ പാട്ടിട്ടിരിക്കുന്ന കാരണം എനിക്ക് അവരുടെ ഓഡിയോ കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പി റൈറ്റ് വീഴും. രാവിലെ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റൊക്കെയാണ് ഈ കാണുന്നത്. സ്കൂളിനടുത്തേക്ക് എത്താറായപ്പോഴത്തേക്ക് ഞങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തൊണ്ട പൊട്ടി അങ്ങോട്ട് അലറി. പേരൻസൊക്കെ അപ്പോഴത്തേക്ക് കുട്ടികളെ കൂട്ടാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും പോയിട്ടൊരു 2-3 പേര് പിന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് സ്കൂളിലേക്ക് പോയി എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളൊക്കെ ഇറക്കി എല്ലാവരെയും കൂട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. കുക്കു എൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല കേട്ടോ. അവൻ മമ്മീൻ്റെയും ഡാഡിയുടെയും കൂടെ പുലിച്ചെറിയിലേക്ക് പോവുക. അപ്പുറത്തെ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മാൻ പ്രൊഫഷണൽ ടാക്സിൻ്റെ എന്തോ ഒരു ലെറ്ററോ എന്തോ ഒരു പോസ്റ്റോ കൊണ്ട് തന്നിട്ടുണ്ട്, അത് ഒരു മിസ്സിനെ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് ഒരു 6:30 ആയിട്ടുണ്ടാവും. അങ്ങനെ 2025 ഞങ്ങളുടെ സ്കൂൾ ട്രിപ്പ് എൻഡ് ചെയ്തു. ഞാൻ വന്നപ്പോൾ അലൻ അവിടെ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പോയി അവിടെ നിന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ എഴുന്നള്ളിച്ച് കുറച്ച് കാപ്പിയും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് തന്നെ അവിടെ ഇരുട്ടി. അപ്പോൾ അത് ഫുള്ള് കാണിക്കാനായിട്ടാണ് ഞാൻ കുറച്ച് നേരം ക്യാമറ ഇങ്ങനെ വെച്ചത്. ക്ഷീണമുണ്ടേ, അതുകൊണ്ട് ബാക്കി എടുത്തില്ല. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.